പ്രസാധന രംഗത്ത് 80 വർഷങ്ങൾ പൂർത്തീകരിച്ച SPCS-ലൂടെ ശ്രീ ജോൺ സാമുവൽ പ്രസിദ്ധീകരിച്ച പ്രാട്ടി എന്ന കഥാസമാഹാരത്തിന്റെ പ്രകാശനമാണ് ഈ വേദിയിൽ നടക്കുന്നത്. ഈ വേളയിൽ സ്വാഗതം ആശംസിക്കുന്നതിനായി SPCS-ന്റെ ഭരണസമിതി അംഗം ശ്രീമതി വി സീതമ്മയെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയമുള്ളവർ, ഏതായാലും ഒരു സാംസ്കാരിക മഹോത്സവമാണ് ഇവിടെ നടക്കുന്നത്. 3-4 വർഷമായി നടക്കുന്ന ഈ മഹോത്സവത്തിൽ SPCS എല്ലാ വർഷവും അതിൻ്റെതായ പ്രാതിനിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 173 പ്രസാധകർ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. അതിൽ ഒട്ടും മോശമല്ലാത്ത നല്ല കുറേയേറെ പുസ്തകങ്ങളുമായി SPCS-ഉം ഇതിൽ പങ്കെടുക്കുകയാണ്. SPCS പ്രസിദ്ധീകരിച്ച പ്രാട്ടി എന്ന പുസ്തകമാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്നത്. ഈ പുസ്തകം രചിച്ചത് ജോൺ സാമുവൽ സാറാണ്. ജോൺ സാമുവൽ കഥാകൃത്താണ്, നോവലിസ്റ്റാണ്, മാധ്യമപ്രവർത്തകനാണ്, നടനാണ്. അങ്ങനെ സാഹിത്യത്തിൽ പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക പ്രവർത്തകനാണ് ജോൺ സാമുവൽ സാറ്. സാറിൻ്റെ അവസാനത്തെ പുസ്തകമായ പ്രാട്ടി, ആ പേര് വളരെ കൗതുകമുള്ളതായിട്ട് എനിക്ക് തോന്നി. 13 കഥകളുടെ സമാഹാരമാണ് പ്രാട്ടി എന്ന് പറയുന്ന കഥാസമാഹാരം. അത് ഇന്നിവിടെ പ്രകാശിപ്പിക്കുകയാണ്. ഇത് പ്രകാശിപ്പിക്കുന്നത് ശ്രീ BJ ജെയിംസ് അവറുകളാണ്. അദ്ദേഹം എഴുത്തുകാരനായ എഞ്ചിനീയറാണ്, അല്ലെങ്കിൽ എഞ്ചിനീയറായ എഴുത്തുകാരനാണ്. പുറപ്പാട് തുടങ്ങി, ചോരശാസ്ത്രം തുടങ്ങി 7 നോവലുകളും 9 ചെറുകഥാസമാഹാരങ്ങളും ഒക്കെ കൈരളിക്ക് സംഭാവന ചെയ്ത പ്രസിദ്ധനായ എഴുത്തുകാരനാണ് ശ്രീ BJ ജെയിംസ്. ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്ന BJ ജെയിംസിനെ ഈ വേദിയിലേക്ക് വളരെ സന്തോഷത്തോടുകൂടി, വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകം സ്വീകരിക്കുന്നത് PS പ്രദീപാണ്. PS പ്രദീപ് സെക്രട്ടേറിയറ്റിൽ നിന്ന് വിരമിച്ചതിന് ശേഷം വളരെ ഗൗരവമായ എഴുത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നിരൂപണങ്ങളാണ് അദ്ദേഹത്തിന് വളരെ പ്രിയങ്കരമായിട്ടുള്ള കൃതികൾ എന്ന് രചനകൾ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹം ഈ പുസ്തകം സ്വീകരിക്കുന്നു. പുസ്തകം സ്വീകരിക്കുന്ന PS പ്രദീപിനെ ഈ വേദിയിൽ സ്വാഗതം ചെയ്യുന്നു. ഇനി ഇന്നത്തെ ഈ വേദിയിലെ താരം എന്ന് പറയുന്നത് പുസ്തക രചയിതാവായ ശ്രീ ജോൺ സാമുവൽ സാറാണ്. സാമുവൽ സാറിന് നേരത്തെ ഞാൻ പറഞ്ഞു, എല്ലാ മേഖലകളിലും കൈവച്ചിട്ടുള്ള സാറിനെ പ്രാട്ടി എന്ന ചെറുകഥാ സമാഹാരം രചിച്ച ജോൺ സാമുവൽ സാറിനെ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഈ പരിപാടിക്ക് നന്ദി പറയുന്നത് ശ്രീമതി രശ്മി പ്രദീപാണ്. SPCS-മായി ബന്ധപ്പെട്ട പ്രവർത്തകർ ഈ വേദിയിലുണ്ട്, മറ്റ് ആൾക്കാരൂടെയുണ്ട്. എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. വളരെ ചുരുങ്ങിയ സമയമാണ് നമുക്കുള്ളത്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബെല്ലടിക്കുന്നത് ഒഴിവാക്കുവാൻ വേണ്ടി ഞാൻ വളരെ ചുരുക്കി മാത്രം സംസാരിക്കുന്നു. എല്ലാവരെയും ഒന്നുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി. പുസ്തകം പ്രകാശിപ്പിക്കുന്നതിനായി ശ്രീ BJ ജെയിംസിനെയും ഏറ്റുവാങ്ങുന്നതിനായി PS പ്രദീപിനെയും ക്ഷണിക്കുന്നു. ശ്രീ BJ ജെയിംസ് 2 വാക്കുകൾ സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഏറെ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട ജോൺ സാമുവലിൻ്റെ 39ാമത് പുസ്തകമാണ് അല്ലെ, 39 പുസ്തകം. സർഗയാത്രയുടെ
50 വർഷങ്ങൾ അദ്ദേഹം പൂർത്തീകരിക്കണം. ആദ്യത്തെ കഥ പ്രസിദ്ധീകരിച്ചിട്ട് 50 വർഷം. എനിക്ക് തോന്നുന്നു അധികം എഴുത്തുകാർക്കൊന്നും ലഭിക്കാത്ത ഒരു ഭാഗ്യമാണ് ഇങ്ങനെ ഒരു 50-ാം വർഷത്തിലൂടെ കടന്നു പോവുകയും അന്നേരവും നമ്മൾ അക്ഷീണമായിട്ട് എഴുത്തിൽ ഇടപെടുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ്. അതിൻ്റെ അർത്ഥം അദ്ദേഹം അക്ഷരത്തെ എത്ര കണ്ട് സ്നേഹിക്കുന്നു, ഭാഷയെ എത്ര കണ്ട് സ്നേഹിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. വിവിധ തുറകളിൽ തൻ്റെ പ്രതിഭ അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. മാധ്യമ രംഗത്തും അഭിനയ രംഗത്തും, അതുപോലെ ചെറുകഥ, നോവലിസ്റ്റുകൾ, പിന്നെ ചരിത്രം, സ്പോർട്സ്, ഇങ്ങനെ എന്തെല്ലാം രംഗങ്ങളിൽ അദ്ദേഹം തൻ്റെ മികവ് തെളിയിച്ച. അപ്പോൾ ഈ പുസ്തകം ആദ്യം ഇതിൽ ഞാൻ വായിച്ചത് തഥാഗതൻ എന്ന കഥയാണ്. അതിന് പ്രധാന കാരണം അദ്ദേഹം അതിൻ്റെ ആമുഖത്തിൽ ആ കഥയ്ക്ക് പിന്നിൽ ഉള്ള ഒരു വേദനിപ്പിക്കുന്ന അനുഭവത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. കാരണം സാധാരണയായി തൻ്റെ പുസ്തകങ്ങളുടെ എല്ലാം ആദ്യ പ്രതി താൻ കൊണ്ട് ഏൽപ്പിക്കുമായിരുന്ന വത്സമാമ എന്ന മൂത്ത പെങ്ങളുടെ വിയോഗത്തെ അദ്ദേഹം വളരെ വേദനയോടുകൂടി ഓർക്കുന്നുണ്ട്. ആ ചേച്ചിയുടെ മരണം സംഭവിച്ചത് കോവിഡ് കാലത്താണ്. നമുക്കൊക്കെ അറിയാം, കോവിഡ് നമ്മളെല്ലാവരെയും, മനുഷ്യരെ തമ്മിൽ അകറ്റി നമുക്കിടയിൽ ദൂരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ രോഗത്തിന് അടിമപ്പെട്ട് ഇല്ലാതായ, അല്ലെങ്കിൽ സ്വർഗം പോകുക ആ സഹോദരിയെ നേരിലൊന്ന് മരണ സമയത്ത് നേരിലൊന്ന് കാണുവാൻ പോലും ആവാതെ പോയതിന്റെ തീവ്ര ദുഃഖം, ഒരു അമ്മയെ പോലെ തങ്ങളെ നോക്കിയ ആ ചേച്ചിയുടെ സ്നേഹ വാത്സല്യത്തിന് പ്രതിഫലമായി അന്ത്യനേരത്തൊന്ന് കൂടെ നിൽക്കാൻ പോലും ആവാത്ത വിധത്തിൽ തകർന്നു പോകുന്ന ഒരു മനുഷ്യൻ ആ ഓർമ്മയിൽ എഴുതിയ കഥയാണ് തഥാഗതൻ എന്നതുകൊണ്ട് തന്നെ ഞാൻ ആ കഥയാണ് ആദ്യം വായിച്ചത്. അത് തീർച്ചയായിട്ടും നമ്മൾ ആ കാലഘട്ടത്തെ നമ്മൾ വീണ്ടും ഓർക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്ന, അതൊരു വീഡിയോ കോളിലൂടെ ഏതാനും നിമിഷം മാത്രം അവസാനമായിട്ട് കൈകൊണ്ടൊരു യാത്ര പറഞ്ഞു പോകുന്ന, അതൊക്കെ വായിക്കും നമ്മളുടെ ഹൃദയത്തിൽ ശരിക്കും മുള്ളാണികൾ കുത്തിക്കൊള്ളുന്ന ഒരു അനുഭവമാണ്. പിന്നെ ജോൺ സാമുവൽ എന്ന എഴുത്തുകാരന് സ്വതസിദ്ധമായ ഒരു ശൈലിയുണ്ട്, രാഗി മിനുക്കി. നമുക്കത് അറിയാം, വായിക്കുമ്പോൾ അറിയാം, ഒരു എഴുത്തുകാരന് വിശേഷിച്ചും അറിയാം എത്രമേൽ അതിന്മേൽ അടയിരുന്നിട്ടുണ്ടെന്നും ശ്രമം നടത്തിയിട്ടുണ്ടെന്നും, എങ്കിലേ ആ വാചകങ്ങൾ അങ്ങനെ അടിക്കോടുകൂടി എഴുതാൻ പറ്റുകയുള്ളൂ എന്ന് നമുക്കറിയാം. അതുപോലെ പ്രാട്ടി എന്ന കഥ, പ്രാട്ടി എന്ന പേര് കേൾക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താ ഇങ്ങനെ ഒരു പേര്, ഞാൻ കേട്ടിട്ടേ ഇല്ല. കഥ വായിച്ച് വരുമ്പോഴും പ്രാട്ടി എവിടെയെങ്കിലും, പ്രാട്ടി എന്ന് പറയുന്നതല്ലാതെ എന്താണ് അതിന്റെ പിന്നിലെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ ആ കഥയിൽ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ സംഗീതത്തിലുള്ള ഒരുപാട് രാഗങ്ങൾ, ശങ്കരാഭരണം, ആഭേരി, മധുവന്തി, അങ്ങനെ ഒരുപാട് രാഗങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ചലച്ചിത്ര ഗാനങ്ങളെ ഒരു ജീവിതത്തിന്റെ സന്ദർഭങ്ങളിൽ കൃത്യ ഇടങ്ങളിൽ വിളക്കി ചേർത്തുകൊണ്ട് പൂർത്തിയാകുന്ന ഒരു കൃതിയാണ്. അതിന്റെ അവസാനം, അപ്പൊ ഈ പ്രാട്ടി എന്ന് പറയുന്ന ഒരു സുമംഗല തമ്പുരാട്ടി, അവരുടെ ജീവിതം 18-ാം വയസ്സിലുണ്ടാകുന്ന ഒരു പ്രണയം, അതിനെ ഇല്ലാതാക്കുവാൻ വേണ്ടി നിർബന്ധിതമായ ഒരു വൃദ്ധനായ ഒരു നമ്പൂതിരിക്ക് വേളി കൊടുക്കുന്നത്, അദ്ദേഹം മരിച്ചു പോകുന്ന, 2ാം വിവാഹം നടന്ന, അങ്ങനെ ആ 2ാം വിവാഹം നടത്തുന്ന ആളോട് ചോദിക്കുന്ന 4 ചോദ്യങ്ങളിലൂടെ സ്വതന്ത്രയാവുന്നത്, ഒടുവിൽ തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രണയം കണ്ടെത്തുന്ന ആ എൻഡിലാണ് പ്രാട്ടി ലോപിച്ച് നമുക്ക് മനസ്സിലാവുന്നത്. പ്രാട്ടി എന്നാൽ തമ്പുരാട്ടി, അതിൽ നിന്ന് ഉരുത്തിരിയുന്ന പ്രാട്ടി എന്ന 2 വാക്ക് ഒരു ആൾ ലോപിച്ച് തന്റെ സത്തയിലേക്ക് താൻ എന്താണോ അതിലേക്ക് എത്തിച്ചേരുന്ന ഒരു അനുഭവമാക്കി അതിനൊരു മാജിക്കൽ റിയലിസത്തിന്റെ രൂപത്തിൽ കൊണ്ടുവന്ന് താൻ സ്ഥിരമായിട്ട് ആഗ്രഹിച്ച പ്രണയത്തെ വീണ്ടെടുക്കുന്ന ഒരു സന്ദർഭത്തിലാണ് അത് എത്തുന്നത്. ഞാൻ വിസ്തരിക്കാൻ നിന്ന സമയമില്ല, അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ മനോഹരമായ ഈ ഒരു കഥാപുസ്തകം നമുക്ക് നൽകിയ ജോൺ സാമുവലിന് സകലവിധ ആശംസകൾ നേരുന്നതോടൊപ്പം ഇത് മനോഹരമായി ഒരുക്കി പ്രസിദ്ധീകരിച്ച SPCSനും അഭിനന്ദനങ്ങൾ നേരുന്നു. നന്ദി. ശ്രീ VJ ജെയിംസ്, ശ്രീ ജോൺ സാമുവൽ, ശ്രീമതി ശ്രീധർമാൾ, ശ്രീമതി രശ്മി, പ്രിയപ്പെട്ടവരെ, ഞാൻ കൂടുതൽ സമയത്തിൻ്റെ പരിമിതിയാണ് ഞാൻ എഴുതി വെച്ചത്, അത് വായിക്കുകയാണ്. കഴിഞ്ഞ 50 വർഷക്കാലമായി മാധ്യമ പ്രവർത്തകനായും അഭിനേതാവായും എഴുത്തുകാരനായും എഡിറ്ററായും അനൗൺസറായും വൈവിധ്യമേറിയ പ്രവൃത്തി മേഖലകളിൽ തൻ്റെ പ്രതിഭാ സാന്നിധ്യം തെളിയിച്ചിട്ടുള്ള ശ്രീ ജോൺ സാമുവലിൻ്റെ പുതിയ കഥാസമാഹാരമായ പ്രാട്ടി ഏറ്റുവാങ്ങുവാനുള്ള അവസരം ലഭിച്ചത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ
ഞാൻ ജോൺ സാമുവലിൻ്റെ രചനകളെ സസൂക്ഷ്മം വായിക്കുകയുണ്ടായി. അവയെപ്പറ്റി ഞാൻ നമ്മുടെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ എഴുതിയിട്ടുമുണ്ട്. ഈയിടെ അദ്ദേഹം ഒരു നോവലും എഴുതി, ശൈത്യസ്ഥലി. ചെറുകഥയെപ്പറ്റി ചെക്കോവ് നിർവചിച്ചതുപോലെ ജീവിതം കാട്ടിത്തരുന്ന കഥകളാണ് ജോൺ സാമുവലിൻ്റേത്. അദ്ദേഹത്തിൻ്റെ കഥകളിൽ ജീവിത മൂല്യങ്ങൾ ജ്വലിച്ചു നിൽക്കുന്നു. വേദനയിൽ നിന്നും, മനുഷ്യന്റെ വേദനയിൽ നിന്നും ഉരുത്തിരിഞ്ഞതായിരിക്കണം കഥകളെന്ന് ടി പത്മനാഭൻ പറഞ്ഞിട്ടുണ്ട്. ആത്മാവിന്റെ ഉള്ളിൽ നിന്നും ഒഴുകി വരുന്ന ജീവിതത്തിന്റെ രസഗന്ധമുള്ള കഥകളാണ് ജോൺ സാമുവലിന്റെ ഇറക്കം പോലുള്ള ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന കഥകൾ. നിരവധി നല്ല കഥകൾ എഴുതിയിട്ടും വേണ്ട രീതിയിൽ അംഗീകരിക്കപ്പെടാതെ, ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരു കഥാകാരനാണ് ജോൺ സാമുവൽ. പ്രാട്ടി എന്ന SPCS പ്രസിദ്ധീകരിച്ച കഥാസമാഹാരത്തിലുള്ള കഥകൾ വൈവിധ്യമാർന്ന വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ളതാണ്. സ്നേഹാർദ്രമായതും സൂക്ഷ്മ നിരീക്ഷണ ബോധമുള്ളതുമായ ജീവിതാവബോധത്തിന്റെ സൃഷ്ടികളാണിവ. പ്രണയവും കലഹവും വേർപാടും മരണവും എല്ലാം ഇതിൽ ചേർന്നിരിക്കുന്നു. കഥാസമാഹാരത്തിന്റെ തുടക്കത്തിൽ, അതിലെ വരികളിൽ തന്നെ മാർക്വസ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഒരു കഥയുടെ തുടക്കത്തിൽ ആ കഥയുടെ ആത്മാവുണ്ടെന്ന് മാർക്വസ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ജോൺ സാമുവൽ കഥയുടെ തുടക്കത്തിൽ പറയുന്നു, വായനയുടെ ലോകത്തേക്ക് കൈപിടിച്ചു കയറ്റിയ കൂടപ്പിറപ്പ്, കൊടുക്കാതെയും കൊള്ളാതെയും ഒരുമിച്ച് വളർന്ന പെങ്ങൾ മഹാമാരിയുടെ നാളുകളിൽ യാത്രയാകുമ്പോൾ മുഖമെങ്കിലും അവസാനമായി കാണുവാൻ കഴിഞ്ഞില്ല. തഥാഗതൻ എന്ന കഥ ആ ദുഃഖത്തിന്റെ ചിത്രമാണ്. ആളിപ്പടർന്നു കത്തുന്ന തീജ്വാലകൾക്കിടയിൽ കരിഞ്ഞു ചാമ്പലാകുന്ന പ്ലാസ്റ്റിക് പൊതിക്കെട്ടായി നമ്മുടെയൊക്കെ സ്വപ്നങ്ങൾ ഒരു കാലത്ത് പരിണമിക്കുമെന്ന മഹാദുഃഖത്തെക്കുറിച്ചും നിരർത്ഥകതയെക്കുറിച്ചും ദയനീയതയെക്കുറിച്ചും നമ്മളെ ബോധവാന്മാരാക്കുന്ന ദാർശനിക ഛായയുള്ള ഒരു നല്ല കഥയാണിത്. ഈ സമാഹാരത്തിലെ ആദ്യ കഥയായ ബൈറ പ്രീതി നിഗൂഢതയുടെ ഹിംസാത്മകമായ ഹിമവാദത്താൽ സാന്ദ്രമായ വേദനിപ്പിക്കുന്ന അനുഭവമാണ്. ഒരുപക്ഷെ ഈ കഥാകൃത്തിന്റെ ഏറ്റവും മികച്ച കഥ എന്ന് ഞാൻ ഇതിനെ പറയും. കാലവും ചരിത്രവും ഈ മണിപ്പൂർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയ കഥയാണിത്. കാലവും ചരിത്രവും പ്രയാണവും പ്രണയവും കലാപവും ഭീതിയും എല്ലാം കെട്ടിപ്പുണരുന്ന കഥയുടെ സങ്കീർണ അനുഭവമാണിത്. കവിതയായി ഒഴുകുന്ന സച്ചിദാനന്ദന്റെ കവിത പോലെ കരൾ കത്തുന്ന അനുഭൂതി സൃഷ്ടിക്കുന്ന ഈ കഥയാണിത്. ഇരുളിന്റെ അധികാരശക്തിയുടെ വേട്ടനായ്ക്കളാൽ പിച്ചി ചീന്തപ്പെടുന്ന സ്ത്രീത്വത്തിന്റെ മാനവികതയുടെ ദൈന്യവും അതിദാരുണവുമായ രോദനങ്ങൾ ഇതിൽ കേൾക്കാം. അവരുടെ നിലവിളി നീ കേൾക്കുന്നില്ലേ? അത് കേൾക്കാൻ നിന്റെ അച്ഛനും എന്റെ അച്ഛനുമൊന്നും ജീവിച്ചിരിപ്പില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അത് കേൾക്കാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. കഥാകൃത്ത് പറയുന്നു, അത് കേൾക്കാതിരിക്കാൻ ആർക്ക് കഴിയും? നാം ജീവിക്കുന്ന ലോകം എത്ര ഹീനവും ഹിംസാത്മകവും ഭീകരവുമാണ് എന്ന് സരളവും ലളിതവുമായി നാട്യങ്ങളില്ലാതെ ആവിഷ്കരിക്കുന്ന ഈ കഥ ഒന്നു മതി ജോൺ സാമുവലിനെ മലയാള കഥാലോകത്ത് മുൻനിരയിലൊരാളായി പ്രതിഷ്ഠിക്കുക. ജോൺ സാമുവലിന്റെ കഥകളുടെ പഠനം എഴുതുകയാണെങ്കിൽ ഞാൻ കൊടുക്കുന്ന ശീർഷകം പരിശുദ്ധമായ കല്ലുകൾ എന്നായിരിക്കും. പാബ്ലോ നെരൂദ എഴുതിയതുപോലെ ഒരിക്കൽ പാബ്ലോ നെരൂദ എഴുതി, സാരമില്ല, എനിക്ക് കല്ലുകൾക്കിടയിലെ ഒരു കല്ലായാൽ മതി, ഒരു ഇരുണ്ട കല്ല്, നദി ഉരുട്ടിക്കൊണ്ടുപോകുന്ന പരിശുദ്ധമായ കല്ല്. ഐ ആം ജസ്റ്റ് വൺ മോർ സ്റ്റോൺ, ദ ഡാർക്ക് സ്റ്റോൺ, ദ പ്യുവർ സ്റ്റോൺ എന്ന് നെരൂദ എഴുതിയിട്ടുണ്ട്. ജീവിതമാകുന്ന നദിയിലൂടെ ജ്വലിച്ച് പോകുന്ന പരിശുദ്ധമായ കല്ലുകളാണ്, ഒലിച്ചു പോകുന്ന
പരിശുദ്ധമായ കല്ലുകളാണ് ജോൺ സാമുവലിന്റെ കഥകൾ. ജീവിതത്തെ സ്നേഹിക്കുന്ന നേരും നെറിയുമുള്ള മനുഷ്യരാണ് ഇതിലെ കഥാപാത്രങ്ങൾ. ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നർമ്മം ചാലിച്ചെഴുതുവാനുള്ള ജോൺ സാമുവലിന്റെ കഴിവിന് ഉദാഹരണമാണ് മാർത്തയുടെ കഥകൾ. ആ വർഷത്തെ 10 മികച്ച കഥകളിൽ ഒന്നായി പ്രൊഫസർ എം കൃഷ്ണൻ നായർ ഈ കഥയെ ചൂണ്ടിക്കാണിച്ചത് ഞാൻ ഓർക്കുന്നു. സ്വപ്നവും യാഥാർത്ഥ്യവും ഇടകലർത്തിയുള്ള ബോർഗസ് കഥകളെ അനുസ്മരിപ്പിക്കുന്ന വിവിധ മാനങ്ങളുള്ള കഥയാണ് പ്രാട്ടി. പക്ഷേ ബോർഗസിന് വിപരീതമായി ജോൺ സാമുവലിന്റെ ഭാഷയും ശൈലിയും ലളിതവും സരളവും നേരിട്ടുള്ളതുമാണ്. വായനക്കാരനുമായി നേരിട്ട് സംവദിക്കുന്ന രചനാശൈലിയിൽ തന്റെ ജീവിത വീക്ഷണങ്ങൾ, കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്ന വ്യത്യസ്ത രാഗങ്ങൾ കോർത്തിണക്കിയ രചിച്ച പ്രാട്ടി ഒരു സംഗീത ശില്പത്തെ ഓർമ്മിപ്പിക്കുന്നു. ഗൃഹാതുരത്വത്തിന്റെ ഓർക്കസ്ട്ര എന്ന ഈ കഥയെ വിശേഷിപ്പിക്കാം. നീലാംബരിയും ഭൈരവിയും വിഭാഗയും ദർബാരിക്കാരുടെയും ഹരികാംബോജിയും ആഭേരിയും ഒരു ഗതാഗത സ്വപ്നത്തിന്റെ പ്രഭാത്മക ലാവണ്യം സൃഷ്ടിക്കുന്ന വേറിട്ട് നിൽക്കുന്ന കഥയാണ് പ്രാട്ടി. ജോൺ സാമുവൽ കഥകൾ എഴുതുകയാണ്. ജോൺ സാമുവൽ എഴുതിക്കൊണ്ടേയിരിക്കുന്നു. ടി പത്മനാഭനെ പോലെ, എം മുകുന്ദനെ പോലെ കാലം ചെല്ലുന്തോറും തിളക്കം കൂടുന്ന അസാധാരണ സർഗാത്മക പ്രതിഭകളുടെ കാലത്താണ് നാം ജീവിക്കുന്നത്. അവരോടൊപ്പം, അവരുടെ പിന്നിലായി ജോൺ സാമുവൽ എഴുതിക്കൊണ്ടിരിക്കുന്നു. മലയാള സാഹിത്യത്തിൽ ജോൺ സാമുവലിന്റെ സ്ഥാനം മുൻനിരയിലാണ്. പ്രസ്ഥാനങ്ങൾക്കും തലമുറകൾക്കും അപ്പുറത്തേക്കുള്ള സർഗാത്മക ഭൂമിയിലൂടെ ഈ കഥാകാരൻ നടന്നു കയറുകയാണ്. പ്രാട്ടി അതിലേക്കുള്ള വെളിച്ചം പകരുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, 50 വർഷത്തെ എഴുത്ത് ജീവിതത്തിൽ പ്രാട്ടി 39ാമത്തെ പുസ്തകമാണ് ശ്രീ ജെയിംസ് പറഞ്ഞ രൂപത്തിൽ. ഈ കാലം അത്രയും ഞാൻ കഥാ രംഗത്തേക്ക് വന്നു എങ്കിൽ പോലും പുസ്തകങ്ങളായിട്ട് ഏകദേശം 20-25 വർഷത്തിന് ശേഷമാണ് ആദ്യത്തെ പുസ്തകം എഴുത്തു തുടങ്ങിയിട്ട് പുറത്തു വരുന്നത്. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് എഴുതിയിട്ടുള്ള കഥകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവയാണ് ഈ പ്രാട്ടി എന്ന സമാഹാരത്തിലെ കഥകളല്ല. പുസ്തകം വായനയ്ക്കായി നാഷണൽ ബുക്ക് സ്റ്റോളിൻ്റെ ശാഖകളിൽ ലഭിക്കുന്നതുകൊണ്ട് അതേക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല. ഒരു കാര്യം മാത്രം പറയാം. എഴുത്തിൻ്റെ ലോകത്തേക്ക് വന്നതിന് ശേഷം പുതിയ പുതിയ രംഗങ്ങളോ അല്ലെങ്കിൽ പുതിയ പുതിയ വിഷയങ്ങളോ കണ്ടെത്തുന്നതിനും അതേപ്പറ്റി എഴുതുന്നതിനുമൊക്കെയുള്ള ഒരു അവസരം ലഭിച്ചത് വായനക്കാരുടെ നിസ്സീമമായ സഹകരണം കൊണ്ടുകൂടിയാണ്. SPCSന്റെ 80 വർഷത്തെ ചരിത്രം അത് ആ വർഷത്തിൽ ഏതാനും പുസ്തകങ്ങൾ പ്രസിദ്ധപ്പെടുത്തുവാൻ തീരുമാനിക്കുമ്പോൾ ഒരു പുസ്തകത്തിൻ്റെ കാര്യം ഞാനുമായിട്ട് ചർച്ച ചെയ്തു. അപ്പോഴാണ് ഈ പ്രാട്ടിയെക്കുറിച്ച് പറയുന്നത്. പ്രാട്ടി എന്ന കഥാസമാഹാരം പ്രസാധനം ചെയ്യുവാൻ SPCS തയ്യാറായി. അതിനുള്ള നന്ദി SPCSനെ പ്രത്യേകം അറിയിക്കുകയാണ്. കൂടുതൽ ഈ കഥാസമാഹാരത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല. പുസ്തകം വാങ്ങി വായിക്കുക എന്നുള്ളത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. മറ്റൊന്ന്, ഇത് പ്രകാശനം ചെയ്യുവാനായിട്ട് സദയം സമ്മതിച്ച എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ VJ ജെയിംസിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഔദ്യോഗികമായിട്ടുള്ള നന്ദി പ്രകാശനം പുറകെ വരുന്നുണ്ട്. എന്നാലും എഴുത്തുകാരൻ എന്ന നിലയിൽ എൻ്റെ നന്ദി പ്രത്യേകം അറിയിക്കുന്നു. അത് സ്വീകരിച്ചത് നമ്മുടെ പുതിയ തലമുറയിലെ പ്രമുഖനായ നിരൂപകൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രീ PS പ്രദീപാണ്. അദ്ദേഹവും എൻ്റെ സുഹൃത്താണ്. പ്രദീപിനുമുള്ള നന്ദി ഈ അവസരത്തിൽ, ഈ 3 ആളുകൾക്കുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. മറ്റ് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കഥകൾ വായിക്കുക. ചില കഥകളൊക്കെ വായിച്ചിട്ടുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ മണിപ്പൂരിൻ്റെ ദുഃഖം, മണിപ്പൂരിലെ വനിതകൾ അനുഭവിച്ച ദുഃഖം, അത് കോറിയിടുവാനായിട്ട് എനിക്ക് സാധിച്ചു. നന്നായിട്ട് മാതൃഭൂമി ആഴ്ചപ്പുറത്ത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ
നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ സഹോദരി ഈ അകാലത്തിൽ നമുക്ക് നേരിട്ട് അനുഭവിക്കുമ്പോഴേ അതിൻ്റെ വേദന മനസ്സിലാവുകയുള്ളൂ. പെട്ടെന്ന് സുഖമില്ലാതെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഞങ്ങൾ വൈകിട്ട് കാണാനായിട്ട് ചെന്നപ്പോൾ ഡോക്ടർമാർ കാണാൻ സമ്മതിച്ചില്ല. ഒരു 4-5 ദിവസം ആശുപത്രിയിൽ കിടന്നു. ഒരു ദിവസം വീഡിയോ കോളിലൂടെ ഒന്ന് സംസാരിക്കാനായിട്ട് ഡോക്ടർമാർ സമ്മതിച്ചു. വീഡിയോ കോളിൽ കൂടെ സംസാരിക്കുമ്പോൾ അവസാനമായിട്ട് ഇങ്ങനെ കൈ കാണിച്ച് പോവുകയായിരുന്നു. കാര്യം എല്ലാവർക്കും സഹോദരന്മാർക്കുള്ള ഒരു സൗഹൃദം അല്ലെങ്കിൽ അടുപ്പം ഒത്തിരി ഉണ്ട്. എല്ലാവർക്കും അവരവരുടെ സ്വന്തക്കാരെ സ്വന്തപ്പെട്ടവരെയൊക്കെ വിട്ടുപോകുന്നത് വളരെ ദുഃഖകരമായ കാര്യമാണ്. പക്ഷേ എന്നെ വളർത്തിയത് എൻ്റെ ഈ മൂത്ത സഹോദരിയായിരുന്നു. അവരെ അവസാനമായിട്ട് ഒന്ന് മുഖം പോലും കാണാൻ സാധിക്കാതെ ഒരു നീല പ്ലാസ്റ്റിക് കൂടയ്ക്കുള്ളിൽ കെട്ടി ശാന്തി കവാടത്തിൻ്റെ അഗ്നിയിലേക്ക് പോവുകയായിരുന്നു. ആ ദുഃഖം വളരെയധികം, സത്യത്തിൽ 2 വർഷത്തോളം ഇത് വളരെ വല്ലാതെ മതി. ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ ഒരു കഥ പോലും, ഒരു വരി പോലും എഴുതാനായിട്ട് സാധിച്ചില്ല. അത് തഥാഗത എന്ന പേരിൽ പ്രസിദ്ധപ്പെടുത്തി കലാകൗമുദിയുടെ ഓണപ്പടപ്പിലും തോന്നുന്നത് വന്നു. അങ്ങനെ ഈ 2 കഥകൾ മനസ്സിനെ നൊമ്പരപ്പെടുത്തതാണ്. നമുക്കറിയാം, എല്ലാവരുടെയും ജീവിതത്തിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവും. ആ അനുഭവങ്ങൾ കോറിയിടുവാനും അത് വായനക്കാർക്കായി സമർപ്പിക്കുവാനും സാധിച്ചു എന്നതാണ് ഒരു കഥയെഴുത്തുകാരൻ എന്ന നിലയിൽ എനിക്ക് ലഭിച്ച ഭാഗ്യം. എല്ലാവരെയും, ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരെയും എൻ്റെ വ്യക്തിപരമായ നന്ദി കൂടി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം. ഈ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ച SPCSന്റെ ഭരണസമിതി അംഗം സീതമ്മ ടീച്ചറിന് SPCSന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. പുസ്തകം ഏറ്റുവാങ്ങിയ ശ്രീ BJ ജെയിംസ് സാറിനും SPCSന്റെ പേരിലുള്ള നന്ദി പറയട്ടെ. ഏറ്റുവാങ്ങിയത് ശ്രീ PS പ്രതീഷ് സാറാണ്. അദ്ദേഹത്തിനും SPCSന്റെ പേരിലുള്ള നന്ദി പറയുന്നു. പിന്നെ ഞങ്ങളുടെ എക്കാലത്തെയും സുഹൃത്തായ സാറ് ജോൺ സാമുവൽ സാറിന് പ്രത്യേകം സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. പിന്നെ ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന കേരള നിയമസഭയ്ക്കും അതിന്റെ സംഘാടക സമിതിക്കും SPCSന്റെ നന്ദി പറഞ്ഞു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും, എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എല്ലാ സ്ഥലത്തും വിട്ടുപോയതാണ്, ക്ഷമിക്കണം. നന്ദി.